രാഷ്ട്രീയം നമ്മൾക്ക് എന്തും ആവാം. സുന്നത്ത് ജമാഅത്തിനും അതുപോലെ ഇസ്ലാമിനും വിരുദ്ധമല്ലാത്ത ഏത് രാഷ്ട്രീയവും ആവാം എന്നാണ് സമസ്തയുടെ നിലപാട്. സമസ്തക്കൊരു രാഷ്ട്രീയവുമില്ല. എന്നിട്ട് ഇപ്പം ചാനലുകളും വാർത്തകളും ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളുമായ സമസ്തക്കാർ എന്നാണ് ഇപ്പോൾ പറയുന്നത്. നമുക്കറിയില്ല ആരാളുള്ളത്. അമീദ് ഫൈസിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സാധനമല്ല. അമീദ് ഫൈസിൻ്റെ അടുത്തുണ്ട്, അദ്ദേഹം ലീഗിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ട്. എൻ്റെ നാട്ടിൽ ചന്ദ്രിക വരുത്താൻ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കി. ലീഗുകാർ വരെ വാങ്ങില്ല, അവരൊക്കെ മാധ്യമമാണ് വാങ്ങുക. ലീഗുകാർ മാധ്യമമാണ് വാങ്ങുക. ഞാൻ സുപ്രഭാതം വാങ്ങും, ചന്ദ്രിയും വാങ്ങും. ഇതാണ്. പിന്നെ പാണക്കാട് തങ്ങന്മാരെ ഇകഴ്ത്തി ലീഗിനെ കുറ്റം പറഞ്ഞു എന്നൊക്കെ പറയുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല, എവിടെയും തെളിയിക്കാൻ കഴിയില്ല. പാണക്കാട് തങ്ങന്മാരെ ഏറ്റവും ബഹുമാനിക്കാൻ പഠിപ്പിച്ചത് നമ്മളാണ്, സമസ്തയാണ്. ആ കൂട്ടത്തിൽ ഒട്ടും മോശമല്ലാതെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ചന്ദ്രയുടെ പേജ് എനിക്ക് തരുമായിരുന്നു ഒരു കാലത്ത്. ഞാനായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ചോദിച്ചാൽ 89 കാലഘട്ടത്തിൽ അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പള്ളുങ്ക് പോലത്തെ മനുഷ്യൻ, ഒരു കറയുമില്ലാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ നമുക്കറിയാം, ലോകപ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് പൂക്കോത്തങ്ങൾ മുതൽക്കാണ് നമ്മൾക്കറിയാം. ചരിത്രങ്ങളൊക്കെ വേറെ അതിൻ്റെ മേലോട്ടൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ നമ്മൾ കണ്ടവരാ. എന്നെ പോലത്തെ ഒരു പൂക്കോയത്തങ്ങളോടൊക്കെ പെരുമാറിയവരാ. പൂക്കോയത്തങ്ങൾ ഒരു വലിയ മഹാനായിരുന്നു. ആത്മീയത ശരിക്കും ലീഗിൻ്റെ മേഖലയിലേക്ക് പൂക്കോയത്തങ്ങൾ കൊണ്ടുവന്ന് ബാപ്പീത്തങ്ങളാണ്. കാരണം ആത്മീയമായിട്ട് ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ച ഒരാളെന്ന നിലയ്ക്ക് ആ കുടുംബത്തിന് ഇതിൽ കൊണ്ടുവന്നതാണ്. അൽഹംദുലില്ലാഹ് റാഹത്താണ്. മുസ്ലിം ഉമ്മത്ത് ആ ബഹുമാനത്തോടു കൂടെ തന്നെ പാർട്ടിയെയും ബഹുമാനിച്ചു പോകുന്നു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പിന്നെ അതിൻ്റെ ശേഷം വന്നു. വളരെ പളുങ്ക് പോലത്തെ മനുഷ്യൻ. അദ്ദേഹത്തിന് സമസ്തയിൽ ഒരു സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല. സ്ഥാനം ഔദ്യോഗിക സ്ഥാനമില്ല. എങ്കിലും എന്തെങ്കിലും ആശയപരമായ കാര്യങ്ങൾ സമസ്ത ആലോചിക്കുകയാണെങ്കിൽ തങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടേ ചെയ്യാറുണ്ടായിരുന്നു. അത്ര ബന്ധത്തിൽ തന്നെയാണ് സമസ്ത പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാനൊക്കെ സാക്ഷിയാണ്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ പെണ്ണുങ്ങൾ മത്സര രംഗത്ത് വന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ പെണ്ണുങ്ങളെ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു വിഷയം വന്നു. സംവരണം വന്നല്ലോ. സംവരണം, എൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയാണ്. സംവരണം വന്നപ്പം പെണ്ണുങ്ങളെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു അഭിപ്രായ വ്യത്യാസമായി. കാരണം അങ്ങനെ നമ്മളെ പെണ്ണുങ്ങളാരും മത്സരിക്കാറില്ലല്ലോ. അപ്പം ബഹുമാനപ്പെട്ട സമസ്തയോട് ചോദിക്കാം, അതിൻ്റെ ശേഷം ചെയ്താൽ മതി എന്ന് സമസ്തയോട് ചോദിച്ചപ്പം സമസ്ത അതൊരു നെറൂറത്തിൻ്റെ അവസരമായി കണ്ടു. എന്ന് പറഞ്ഞാൽ ഭരണമേഖലയിൽ നമ്മളുടെ അസാന്നിധ്യം നമുക്ക് ദൗർബല്യം സൃഷ്ടിക്കുമെന്ന് സമസ്ത കണ്ടു. മറ്റുള്ള പെണ്ണുങ്ങളും എല്ലാ പെണ്ണുങ്ങളും മത്സരിച്ച് നമ്മളെ പെണ്ണുങ്ങൾ മത്സരിക്കാണ്ടെന്നാൽ നമുക്ക് പ്രാതിനിധ്യം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതുകൊണ്ട് അതിൻ്റെ എല്ലാം പെണ്ണിൻ്റെ എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കുന്നതോടുകൂടെ മത്സരിക്കാമെന്ന് പറഞ്ഞു. ഒരു പെണ്ണ്, ഒരു മുസ്ലിം പെണ്ണ് എന്താണോ ചെയ്യേണ്ടത് സാധാരണ ജീവിതത്തിൽ, അതൊക്കെ പാലിച്ചുകൊണ്ട് അവൾക്ക് മത്സരിക്കാം. ആണുങ്ങളുടെ ഇടയിൽ ഇഖ്തിലാത്തില്ലാത്ത നിലയ്ക്കൊക്കെ സംഗതി ചെയ്യാമെന്ന് പറഞ്ഞു ഫത്വ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് സമസ്തയുടെയും മുസ്ലിം ലീഗിൻ്റെ ബന്ധാണ്. അങ്ങനെ നെറൂറത്തിൻ്റെ മസാലകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ടുമൊക്കെ തന്നെയാണ് നടന്നു പോകുന്നത്. ആർക്കും അഭിപ്രായക്കേടില്ല. ആ പളുങ്ക് പോലത്തെ മനുഷ്യൻ അതിനുള്ളൊന്ന് പറയാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന കാലത്ത് അദ്ദേഹത്തെ തെളിവിടിച്ച് പറഞ്ഞ ചില ആൾക്കാരൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ട്. അറിയോ? പറയണ്ട, നിങ്ങൾ പറയണ്ട, മനസ്സിലാകുന്ന അദ്ദേഹമാണ് തങ്ങന്മാരുടെ പോരിശ ഉമർ ഫൈസിനെ പഠിപ്പിക്കാൻ വരുന്നത്. എങ്ങനെയാണ് തങ്ങന്മാരോട് പെരുമാറേണ്ടത് എന്നെ പഠിപ്പിക്കുക. ആര്? പാണക്കാട്ട് തങ്ങളെ തലയിൽ 5-8 മുളപ്പിച്ച ആൾക്കാർ, പൂക്കോയ തങ്ങളെ തലയിൽ 5-8 മുളപ്പിച്ച ആൾക്കാർ, ഇവരൊക്കെയാണ് ഇപ്പം നമ്മളെ വേദിയിൽ വന്നുകൊണ്ട് സമസ്തക്കാരായി ചമിഞ്ഞുകൊണ്ട് പറയുന്നത്. ഞാൻ ആരെ പറ്റി പറഞ്ഞില്ല കേട്ടോ. പിന്നെ ഇത് മനസ്സിലാക്കിയാൽ മതി.
പിന്നെ ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഇവരൊക്കെ പണ്ഡിതന്മാരാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പണ്ഡിതന്മാരാണ്. അവരുടെ കാലത്തൊക്കെ വളരെ സത്യസന്ധമായി സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ ഒരു വേദിയിൽ പോവുകയോ പറയുകയോ ചെയ്യാത്ത ആൾക്കാർ. അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായി. മൂപ്പര മകനും ഇസ്ലാമിലേക്ക് വരാത്ത ആളാ, കൻആൻ. വെള്ളം ഇങ്ങനെ മൂടി മൂപ്പര് കപ്പലിൽ, കുറച്ച് ആൾക്കാർ, വിശ്വാസികളായ ആൾക്കാർ കപ്പലിലുണ്ട്. മകനോട് പറഞ്ഞു, യാ ബുനയ്യർകം മഅനാ വലാ തകും മഅൽ ഗാഫിലീൻ. കപ്പലിൽ കാര്യക്കമാനെ വെള്ളം കയറി കൂടുന്നുണ്ട്, ചത്തുപോകുന്നത് പറഞ്ഞു. ഞാനത് ആ പർവ്വതത്തിലേക്ക് കയറി രക്ഷപ്പെട്ടോളാന്ന് പറഞ്ഞു. കാരണം ലാ ആസിമൽ യൗം മിൻ അംരില്ലാ, ഒരു പർവ്വതത്തിന് രക്ഷിക്കാൻ കഴിയില്ല മോനെ, കയറിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ധിക്കരിച്ചു പോയി. ഒക്കാനമിന് ആ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുങ്ങി ചത്തുപോയി. വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം നൂഹ് നബി പറഞ്ഞു, പടച്ചവനെ, നീ എന്നോട് വയത കരാറ് ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ അഹ്ലുകാരെ രക്ഷിക്കുമെന്ന്. എൻ്റെ അഹ്ലുകാർ എൻ്റെ മക്കളല്ലേ, എൻ്റെ മക്കളെ രക്ഷിക്കുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പം എൻ്റെ മകനെ കൊന്നില്ലേ എന്ന് പടച്ചവനോട് ചോദിച്ചു. പടച്ചോൻ എന്തേ മറുപടി പറഞ്ഞത്? ഇതൊക്കെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നൂഹ് നബിന്റെ നുത്ഫത്തിൽ ഉണ്ടായത് തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. നൂഹ് നബിന്റെ ബീജത്തിൽ ഉണ്ടായ ആളാണ് കന്നാൻ, അതിൽ അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷെ ഖുർആൻ പറഞ്ഞു, അള്ള പറഞ്ഞു, അവൻ നിന്റെ അഹ്ലിൽപ്പെട്ടവനല്ല, നിന്റെ മകനല്ല. എന്താ പറഞ്ഞത്? എന്തുകൊണ്ട്? വഴി മാറിപ്പോയി. അതുകൊണ്ട് വഴി മാറരുത്. ഇപ്പം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുത്താപ്പിയാണ് അബൂ ലഹബ്. നിങ്ങൾക്കറിയാം, അബൂ ലഹബ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ ഒരുപാട് പിതൃ സഹോദരന്മാരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ്. ഖുർആനിൽ നബിയുടെ ഫിർഔൻ എന്ന് വിശേഷിപ്പിച്ചത് അബൂജഹലിനെ സംബന്ധിച്ച. അബൂജഹലിന്റെ പേര് ഖുർആനിലില്ല. ഒരു മോശമായ ഒരായത്ത് വ്യക്തമായിട്ട് അബൂജഹലിന്റെ പേരിൽ ഇറങ്ങിയിട്ടില്ല. മുശ്രിക്കുകൾ പറയുന്ന ആ കൂട്ടത്തിൽ പറഞ്ഞെന്നല്ലാതെ. എന്നാൽ ഒരു സൂറത്ത് വളരെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു സൂറത്ത് ഇറങ്ങിയത് അബൂ ലഹബിന്റെ പേരിലാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അനാ അൻഹു മാലുഹു വമാ കസബ്. ബന്ധം പോയി. ബന്ധത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞോ? ബന്ധത്തിന് രക്ഷിക്കാൻ കഴിയില്ല. മഖ്സൂമിയ ഗോത്രത്തിലെ ഒരു പ്രസിദ്ധമായ ഗോത്രമാണ്, തറവാടികളാണ്. ഒരു പെണ്ണ് മോഷണം നടത്തിയപ്പം ആ കബീലക്ക് ഒരു ചീത്തപ്പേരാണല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അത് ആരെങ്കിലും ഒന്ന് ശുപാർശ ചെയ്യണമെന്ന് അവർ കണ്ടുപിടിച്ചു. ആരാ ശുപാർശ ചെയ്യുക? ആരന്വേഷിച്ചു? അത് ഉസാമയല്ലാതെ വേറെ ആരാ? നബിന്റെ ഹിബ്ബു റസൂൽ, നബിനോട് ഏറ്റവും ഇഷ്ടപ്പെട്ട, നബിയുടെ വളർത്തുപുത്രനായ സെയ്ദ് ഇബ്നു ഹാരിസയുടെ പുത്രൻ ഉസാമ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ പോലെ നബിയോട് അടുത്തൊരാളിപ്പല്ല. അതുകൊണ്ട് നമ്മൾ മൂപ്പരെ പിടിച്ചിട്ട് ഒരു ശുപാർശകനാക്കിയിട്ട് പെണ്ണിനെങ്കിലും ഒഴിവാക്കണം, ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശുപാർശ ചെയ്യാന്ന് പറഞ്ഞു. ചെന്ന് നബിയോട് സംസാരിച്ചു ഉസാമ. ഉസാമ, നീ എന്താ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ നിയമത്തിലാണോ നീ ശുപാർശ ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. ശകാരിച്ചു. കട്ടാൽ കൈമുറിക്കണം, ആരായാലും ശരി. അതിനെ കട്ടതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്, എന്നിട്ട് കൈമുറിക്കണ്ടെന്ന് നീ പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധി ലംഘിക്കണം എന്നാണ് നീ പറയുന്നതിന് അർത്ഥമല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഇസാം മുണ്ടിട്ടില്ല. ഇസാം ആ വൈക്ക് കണ്ടിട്ടില്ല. അതാണ് സംഭവം. അപ്പൊ അള്ളാഹുവിന്റെ നിയമമാണ് ദീൻ. ആ ദീൻ ലംഘിച്ചത് ആരായാലും അവർക്കൊരു വലിയ ഉണ്ടാവില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്നാണ്. നിങ്ങളൊക്കെ ഒരു ആണിന്റെയും പെണ്ണിന്റെ മക്കൾ തന്നെയാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാ? നിങ്ങളെ തറവാട് കൊണ്ടൊന്നും നിങ്ങൾക്ക് മഹത്വമൊന്നും ഉണ്ടാവില്ല. നിങ്ങളെ ഗോത്രം കൊണ്ട്, നിങ്ങളുടെ കുടുംബം കൊണ്ട്, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഒന്നും ഉണ്ടാവില്ല, ഒരു മഹത്വം ഉണ്ടാവില്ല. മഹത്വം ഉണ്ടാവുന്നത് തഖ്വ കൊണ്ടാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ഈ അമാനത്തിലൊക്കെ തന്നെ ആ അമാനത്ത് സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് എന്തുള്ളൂ? അള്ളാഹുവിൻ്റെ അടുക്കൽ മാന്യതയുള്ളൂ എന്നാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരാൾക്ക് വേണ്ടി ചരിച്ചു കൊടുക്കാൻ പറ്റൂല. ദീനിന്റെ കാര്യത്തിൽ എല്ലാവരും സമന്മാരാണ്. നിയമം എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെ എത്ര തെളിവുകളുണ്ട്?
അതിൽ ഒരു കൂട്ടര് ഇന്നോടത്തുള്ളവരാണ് എന്നതുകൊണ്ട് അവർക്ക് കുന്തം ചരിക്കാന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. കുന്തം ചരിക്കാൻ പറ്റില്ല. കുന്തം നേരെ തന്നെ വെക്കണം.